ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും തനുസിൻ്റെ ചെറിയ വലിയ ലോകത്തേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഒരു ഒന്നൊന്നര സംഭവമാണിത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് നൈറ്റിൽ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കണ്ട, ഞാനും മോളും ഹസ്ബൻഡും പുറത്ത് പോയപ്പോൾ കണ്ട ഈ ഒരു കാഴ്ച ഭയങ്കര രസമാണ്. അത് കുറച്ച് വീതമൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്റ്റാർസ്, നക്ഷത്രങ്ങളിങ്ങനെ വാരി വിതറിയിരിക്കുന്നൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയില്ലേ, അത് തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പലതരത്തിലുള്ള സ്റ്റാറുകൾ കിട്ടും അല്ലേ. നിയോൺ സ്റ്റാറുകളുണ്ട്, അല്ലാതെ LED സ്റ്റാറൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല, നോർമൽ പണ്ട് മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് സ്റ്റാറുകളാണ് ഇവിടെ കൂടുതലും. 100 കണക്കിന് സ്റ്റാറുകളാണ് ഈ ചർച്ചിൽ അലങ്കരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും സ്ഥലം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം എന്ന സ്ഥലത്ത് CSI ചർച്ചാണ്. ക്രിസ്മസ് ടൈമിൽ ഇവിടെ എല്ലാ വർഷവും പതിവായിട്ട് ഇതുപോലെ സ്റ്റാറുകൾ ഇടാറുണ്ട്. 1-2 സ്റ്റാറൊന്നുമല്ല, 100 കണക്കിന് സ്റ്റാർ. ഞങ്ങൾക്ക് എണ്ണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്റ്റാറുണ്ട്. ഒരു പക്ഷേ കണക്കറിയണമെങ്കിൽ ചർച്ചിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമായിരിക്കും. എന്തായാലും അതൊക്കെ പോട്ടെ, അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. ഈ കണ്ട ഒരു കാഴ്ച ചെയ്ത് നക്ഷത്രങ്ങളും വാരി വിതിരിയിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് പറഞ്ഞു തരാൻ വാക്കുകളില്ല. അത്ര മനോഹരമാണ്, നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും ഇവിടെ ഇതുപോലെ നക്ഷത്രങ്ങൾ ഇടാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, എന്നെയും ഹസ്ബൻഡിനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് മോള് ജനിച്ച ശേഷമാണ് ഈ ക്രിസ്മസിനെയും സ്റ്റാർസിനെയും കുറിച്ച് കൂടുതൽ നമ്മളതിലോട്ട് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയത്. വേറെ ഒന്നുമല്ല, മോള് ഇപ്പോൾ 2 വയസ്സായി. അവൾക്ക് ഒരു 6 മാസമുള്ള സമയത്ത് ആണ് ഫസ്റ്റ് ക്രിസ്മസ് വരുന്നത്. ആ ടൈമിൽ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഈ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് മോളെ ഒന്ന് ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. മോളുടെ പേര് അഞ്ചി എന്നാണ്. ഞങ്ങൾ അഞ്ചിന്ന് വിളിക്കും. ജൂൺ 8 തീരെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ വിളിച്ചിരുന്നു. ഇപ്പോൾ അഞ്ചിന്ന് വിളിക്കും. മോള് തന്നെ അവൾക്ക് അഞ്ചിന്നൊരു പേര്, എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പേരെന്താ, അഞ്ചി. സോ നമ്മളിപ്പോൾ അവളുടെ പേര് അഞ്ചിന്നാക്കി. അപ്പോൾ അഞ്ചിക്കുട്ടന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ക്രിസ്മസും സ്റ്റാർസും അതുമായിട്ട് ബന്ധപ്പെട്ട ജിങ്കിൾ ബെൽസും ഒക്കെ. മോളുടെ ഭാഷയെ പറഞ്ഞാൽ കിസ്തപ്പൂപ്പ എന്ന് വെച്ചാൽ ക്രിസ്മസ് അപ്പൂപ്പൻ. ഇപ്പോൾ സാന്റേന്നൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് 3 പേർക്കും ഹെൽത്ത് അത്രയ്ക്കൊന്നും ഓക്കെ അല്ല. എന്നിട്ടും മോൾക്ക് മെയിനായിട്ട് ഈ കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കേട്ടോ. അക്ഷരാർത്ഥത്തിൽ ഇതൊരു നക്ഷത്ര കാഴ്ചയാണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് നക്ഷത്ര വിരുന്നൊരുക്കിയിരിക്കുന്നത്. ഈ കാഴ്ചകൾക്ക് പുറമെ ഇതിനോട് ചേർന്ന് സ്കൂളുണ്ട് കേട്ടോ, CSIയുടെ സ്കൂളുണ്ട്. ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ പുൽക്കൂടുകളും സ്റ്റാറുകളും അങ്ങനെ ഈ ക്രിസ്മസ് ട്രീയും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അഞ്ചിക്കുട്ടൻ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ജിങ്കിൾ ബെൽസാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ജിങ്കിൾ ബെൽസാണ്. തീരെ ചെറുതായിരിക്കുമ്പോൾ 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ ജിങ്കുബ വേണം എന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായില്ല, പിന്നെയാണ് പിടിയിട്ടത് ജിങ്കിൾ ബെൽസ് വേണം. ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ഈ പൂച്ചയുടെയും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സോങ്സൊക്കെ ഇല്ലേ. ഇപ്പോൾ ജിങ്കിൾ ബെൽസിൻ്റെ പേര് പറഞ്ഞിട്ട് വേറെ കാർട്ടൂൺസും റീൽസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ജിങ്കിൾ ബെൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ വാചാലമായിപ്പോയി. എന്തായാലും മോളുടെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഞാൻ പറഞ്ഞിട്ട് ജിങ്കിൾ ബെൽസും ക്രിസ്മസും ഒക്കെ. അപ്പോൾ അവർക്ക് ക്രിസ്മസ് സ്റ്റാർസ് ഇടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു, സ്റ്റാർ ഇടുന്നുണ്ട് മോൾക്ക് വേണ്ടിയിട്ട്. മുമ്പ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർസും ഈ ലൈറ്റ്സൊക്കെ കാണാം, ക്രിസ്മസ് ടൈമിൽ ലൈറ്റൊക്കെ കാണാനായിട്ടൊക്കെ പോകുമായിരുന്നെങ്കിലും മോളോടി വന്നപ്പോഴാണ് അത് കൂടുതൽ സ്പെഷ്യലായത്. ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ ഓരോ കാഴ്ചകളും അവളെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ എത്തുമ്പോൾ അവൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സംശയം, ക്യൂരിയോസിറ്റി ഉള്ളൊരു പ്രായമാണ്, 2 വയസ്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവൾ ചോദിക്കുന്ന അവൾ കാണുന്ന പുതിയ കാഴ്ചകൾ, പുതിയ സാധനങ്ങൾ, പുതിയ ആളുകൾ, അപ്പോൾ ഇതെല്ലാം അവൾ ചോദിക്കും ഇതെന്താ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ പണി ഇപ്പോൾ. അപ്പം ഓരോ കാര്യങ്ങളോട് പഠിച്ചു വരികയാണ്, പുതിയ കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവൾ പുതിയ ലോകം കാണുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റാർസും ഈ ഒരു സംഭവങ്ങൾ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു CSI ചർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
ലൈറ്റ്സും മാത്രമല്ല, സ്റ്റാർസും ലൈറ്റ്സും മാത്രമല്ല, കുട്ടികൾക്കുള്ള ഒരുപാട് ടോയ്സും ഈ സ്ലൈഡർ പോലെയുള്ള സംഭവങ്ങളും പിന്നെ കറങ്ങുന്നൊരു ഐറ്റം കണ്ടല്ലോ, മോൾ അതിലിരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. വേറെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ അതിലിരുത്തി കറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ടണൽ പോലെ ഒരു സംഗതിയിലൂടെ നമ്മൾ അകത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇതുപോലെ വന്നു കേട്ടോ. ഇപ്പം ഹസ്ബൻഡും മോളുമാണ്. ആദ്യം കണ്ടതുപോലുള്ള ഒരുപാട് സ്റ്റാറുകൾ നമ്മളിവിടെ കണ്ടു. അപ്പോൾ ആ കാഴ്ചകൾ കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്നറിയണ്ടേ, ഈ റെയിൻ ഡിയറൊക്കെ ഇല്ലേ, ക്രിസ്മസ് ടൈമിൽ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ്. ഏതാണ്, ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നു, ആ റെയിൻ ഡിയറിൻ്റെ പുറത്ത് വരുന്നു, കുറേ ഗിഫ്റ്റ് കൊണ്ടുവരുന്നു, സ്വീറ്റ്സ് കൊണ്ടുവരുന്നു. അതുപോലൊരു സംഭവമാണ് നേരത്തെ കണ്ടോ, ഒരു സ്ലോപ്പ് ഇട്ട് ഒരു മുകളിലേക്കൊരു സംഭവം കണ്ടോ, അതിലേക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പുള്ളിമാനുണ്ട്, റെയിൻഡിയർ ഉണ്ട്, പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, സാന്താക്ലോസ് ഉണ്ടങ്ങ് ദൂരെ കണ്ടോ. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണല്ലോ. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമുള്ളൊരു ചെറിയൊരു പോണ്ട്, ചെറിയൊരു തടാകം, അതിൽ 2-3 താറാവുണ്ട്. അത് വെള്ളത്തിൽ നീന്തി കുളിച്ച് വരുന്നത്, മറ്റേ അരയന്നം നീന്തി തുടിച്ച് നടക്കുന്ന പോലെ താറാവ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഹസ്ബൻഡ് മോക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് താറാക്കൂട്ടം എന്ന് പറയാമോ എന്നറിയില്ല, 3-4 ഉള്ളൂ, പക്ഷേ എങ്കിലും നല്ല രസമുണ്ട്. പിന്നെ ആ വെള്ളത്തിൽ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാർസിൻ്റെയൊക്കെ ആ ഒരു പ്രതിബിംബം, റിഫ്ലക്ഷൻ ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു. പിന്നെ ശരിക്കും അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നപ്പോൾ മാനല്ല, മുയൽ, 2-3 മുയലുണ്ട് അവിടെ. അത് ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി, കറക്റ്റ് ജീവനുള്ളത് തന്നെയാണ്. അതിൻ്റെ കുറച്ചടുത്തായിട്ട് ചെമ്മരിയാട് പോലെ എന്തോ ഉണ്ട്, ചെമ്മരിയാട് തന്നെയാണെന്ന് തോന്നുന്നു. 2 ആട് കണ്ടു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട് കണ്ടു. പിന്നെ ഇതേ ഒരു എന്താ അതിന് പറയുന്നത്, ഹട്ട് പോലെ, ട്രീ ഹട്ട് പോലൊരു സംഭവം. അത് ഇനി മറ്റേ പുൽക്കൂടാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഹസ്ബൻഡും മോളും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഞങ്ങളെല്ലാവരും എടുത്തു കേട്ടോ, വീഡിയോ ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകൾ. പിന്നെയും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഇത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഐസ്ക്രീമും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്ന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നു. എന്തായാലും ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.